ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2-in-1 മൈക്രോഫോണാണ് കേട്ടോ. അപ്പം കുറച്ചെല്ലാം യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു മൈക്രോഫോൺ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാർ, ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ 2-in-1 മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്, നല്ല ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫോണിൽ തന്നെ, ഞാൻ ചെയ്യുന്ന സെറ്റിൽ തന്നെ എനിക്ക് നല്ല വോളിയവും സൗണ്ട് ക്വാളിറ്റിയൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല. എന്നാൽ തീരെ ഉപയോഗിച്ചില്ല എന്ന് പറയാനും പറ്റില്ല കേട്ടോ. അത് കവറ് പോലെ പൊട്ടിക്കാതെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. അത്യാവശ്യം ഒരു 2-3 വീഡിയോസിനോ, എനിക്ക് തോന്നുന്നു ഒരു കൂടിപ്പോയെങ്കിലും ഒരു 5-6 വീഡിയോസിന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കുറച്ച് ടൈമിലായിട്ട് കേട്ടോ, ഒരു 2 മാസം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ്, പറയാൻ എന്താ പറയുക. അതിൽ തന്നെ ഫങ്ഷൻ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എക്കോ വേണമെങ്കിൽ അതുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇത്ര കീപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു മെത്തേഡ് കൂടെ അതിലുണ്ട്. നല്ല ചാർജ്, ഒരുപാട് ടൈം ചാർജ് നിൽക്കുന്നുണ്ട്. ഞാനിപ്പം ഒരു പ്രാവശ്യം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 4 ദിവസം 5 ദിവസമൊക്കെ, എത്രയോ യൂസ് ചെയ്തിട്ട് പോലും 4-5 ദിവസമൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറൊക്കെ അത് 1 മണിക്കൂറിൻ്റെ അകത്തൊക്കെ ആവുന്നുണ്ട് ചാർജ് ഫുള്ളായിട്ട്. അതുപോലെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യേണ്ട ഒരു കേബിൾ കൂടെ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ USB, അങ്ങനെ എല്ലാ തരം ഫങ്ഷനും അതിലുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയാണ്, നല്ല സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് ആദ്യം യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ സമയം അത് യൂസ് ചെയ്യാതെ തന്നെ അങ്ങനെ വെച്ചിരുന്നു. പിന്നെ അതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച് തന്ന ശേഷമാണ് ബാക്കിയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് കണ്ടില്ലേ, 2 മൈക്രോഫോൺ വരുന്നുണ്ട്. മൈക്രോഫോൺ രണ്ടും നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ സൗണ്ട് ആയാലും എന്താ പറയുക, അതിൽ ലൈറ്റിങ്സ്, അങ്ങനെ USB-ൻ്റെ 2 പിന്നെ ഇത് കൊടുക്കാൻ പറ്റും നമുക്ക്. പിന്ന് പിന്നും ഉണ്ട് അതിൽ, ഐഫോണിന് കൊടുക്കുന്ന പിന്നും ഉണ്ട്. അതുകൂടാതെ 2 മൈക്രോഫോണും ഡിസ്റ്റൻസ് ഇത്ര കീപ്പ് ചെയ്യണം എന്നില്ല. ഇത്ര ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചെറിയ ചുറ്റളവല്ല, അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടുന്നുണ്ട് അതിന്. പിന്നെ 4 ഫങ്ഷൻ വരുന്നുണ്ട് ഇതിൽ. എക്കോ, നല്ല ഹാർഡായിട്ടുള്ള എക്കോ വരുന്നുണ്ട്, ഹോൾ എക്കോ വരുന്നുണ്ട്, അതുപോലെ നോർമലായിട്ടുള്ളതുണ്ട്. അതുപോലെ സൗണ്ട് സിസ്റ്റം മാത്രം എക്കോ ഫുള്ള് കട്ട് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലുള്ള സാധാ സൗണ്ട് പോലെയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ 3 കാര്യമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് തിരക്ക് കാരണം സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അധികം മിക്ക യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഇത് ഞാൻ കാണാറുണ്ട്. നമുക്കിപ്പം പുറത്തു പോയി നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്തായാലും നമുക്കിതുകൊണ്ട് പോയാൽ നല്ല സൗണ്ടാണ്. എത്ര ചെറിയൊരു സൗണ്ടായാലും അത് പിടിച്ച് വെക്കും. അത് നമുക്കത് റെക്കോർഡിങ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സിസ്റ്റം മനസ്സിലാവും. അതുകൂടാതെ എനിക്ക് വേറെ റെക്കോർഡിങ് സ്റ്റുഡിയോ സിസ്റ്റമും ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവരും എന്നോട് ചോദിക്കും, ഞാൻ സ്റ്റുഡിയോ വർക്ക് അത്യാവശ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും എന്നോട് ചോദിക്കും, സിസ്റ്റത്തിലിട്ട് ചെയ്താൽ പോരേ എന്ന് ചോദിക്കും. പക്ഷേ എനിക്കതൊരു, എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ ബൈ.